ജീവജാലങ്ങളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുക. നന്മയും തിന്മയും പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകളല്ലേ? ഇവിടെ മതത്തിനെന്താണ് കാര്യം? ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ മതം കേവലം പഠനമല്ല നൽകുന്നത്, പ്രചോദനമാണ്. അറിവിലൂടെ അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ നിനക്ക് നന്മയുണ്ട് എന്നാണ് മതങ്ങൾ പറഞ്ഞു വെക്കുന്നത്. തെറ്റായൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടുമെന്നും നീ രഹസ്യമായി ആരുമറിയാതെ ചെയ്തതാണ് എങ്കിൽ കൂടിയും നാളെ റബ്ബിൻ്റെ മുന്നിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള താക്കീതിലൂടെ, അവരെ തടയുന്നതിലൂടെ തിന്മയെ തൊട്ട് അവർ അകലുകയും നന്മ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇവിടെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവം. അന്ന റജുലൻ റആ കൽബൻ യഅകുലു, അത് ഭക്ഷിക്കുകയാണ്. അസ്സറാമിനൽ അത്ഷ്, കഠിനമായ ദാഹം കൊണ്ട് നനവുള്ള മണ്ണ് കഴിക്കുന്ന ഒരു പട്ടിയെ കണ്ടൊരു മനുഷ്യൻ. ഫഅഖദ റജുലു ഖുഫഹു, അവന്റെ ഖുഫയെ അഴിക്കുകയും ഫജഅല യഗ്രിഫു ലഹു ബിഹി, ആ ഖുഫ കൊണ്ട് വെള്ളം കോരി ആ നായ്ക്ക് നൽകുന്നുണ്ട്. ഹത്താ അർവാഹു, അതിന്റെ ദാഹം അകറ്റുന്നത് വരെ. ഫശക്കറല്ലാഹു ലഹു ഫഅദ്ഖലഹുൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗം നൽകി എന്ന ആ സംഭവം പറഞ്ഞു വെക്കുമ്പോൾ സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, ഇന്നലനാ ഫിൽ ബഹാഇനി ലഅജ്റ, നബിയെ ഈ മൃഗങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ നബിയെ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ദാതി കബ്ദിൻ റതുബത്തിൻ അജ്റുൻ, തീർച്ചയായും പച്ചയായ കരളുള്ള ജീവനുള്ള എല്ലാ ജീവജാലങ്ങളിലും നിനക്ക് പ്രതിഫലമുണ്ട്, അതിനെ സംരക്ഷിക്കുന്നതിലൂടെ, അതിന്റെ പ്രയാസം അകറ്റുന്നതിലൂടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഹദീസിന്റെ ഭാഗം പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കലല്ല, മറിച്ച് നന്മയായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നതിൽ പ്രതിഫലമുണ്ട് എന്നും തിന്മയെ തൊട്ട് മാറി നിൽക്കുന്നതും പ്രതിഫലമുള്ളതാണ്. തിന്മ പ്രവർത്തിക്കൽ നിനക്ക് ശിക്ഷ ലഭിക്കുന്നതിന് കാരണമാകുമെന്ന് പഠിപ്പിക്കുന്നതോടുകൂടി ഒരു പ്രചോദനമാണ്, നന്മ ചെയ്യാനുള്ള പ്രചോദനമാണ്, തിന്മയെ തൊട്ട് മാറി നിൽക്കാനുള്ള പ്രേരണയാണ്. മതങ്ങൾ ചെയ്യുന്നത് കേവലം ഒരു നന്മയും തിന്മയും വേർതിരിച്ചു കാണിക്കലല്ല, മറിച്ച് പ്രചോദനം നൽകലാണ്. എന്നാൽ യുക്തിവാദികളായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റും. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, സാധുക്കളായ മനുഷ്യരെ സഹായിക്കണമെന്നും ജീവനുള്ള എല്ലാ വസ്തുക്കളോടും കരുണയോടുകൂടി പെരുമാറണമെന്നും ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും നിങ്ങൾക്ക് അറിവുണ്ടാകും. പക്ഷേ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ കൂടി നൽകുന്നുണ്ട്. നിങ്ങൾക്ക് മതവിശ്വാസമില്ല, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമില്ല, നിങ്ങൾക്ക് നാളെ നന്മ ചെയ്താൽ പ്രതിഫലമുണ്ട് എന്നോ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയുണ്ടോ എന്നോ വിശ്വാസമില്ലാത്തിടത്ത് നിങ്ങളുടെ ചോയ്സ് അത് നടപ്പിലാക്കാൻ ഒരു വിശ്വാസി നടപ്പിലാക്കുന്നതിനേക്കാൾ വൈകും എന്നതിലേക്കാണ് സൂചിപ്പിക്കുന്നത്.